തൃശൂർ കുന്നംകുളം കീഴൂർ ദേവീക്ഷേത്രത്തിൽ മോഷണം. കമ്മിറ്റി ഓഫീസിലെ ദേവി വിഗ്രഹം കവർന്നു. കീഴൂർ കാർത്യായനി ദേവീക്ഷേത്രത്തിലെ കമ്മിറ്റി ഓഫീസിലാണ് മോഷണം നടന്നത്. മോഷ്ടാവ് കമ്മിറ്റി ഓഫീസിൽ സൂക്ഷിച്ചിരുന്ന ഓടിന്റെ ദേവി വിഗ്രഹമാണ് കവർന്നത്. ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് മോഷണം നടന്നതെന്നാണ് നിഗമനം. വിശദാംശങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന് സാനു കെ സജീവ് ഉണ്ട്. സാനു, എപ്പോഴായിരുന്നു ഇന്നലെയാണ് മോഷണം നടന്നത് എന്ന് വ്യക്തമായിട്ടുണ്ട്. മോഷ്ടാവിനെ കുറിച്ച് എന്തെങ്കിലും സൂചനകൾ ലഭിച്ചിട്ടുണ്ടോ? തീർച്ചയായും കുന്നംകുളം കീഴൂർ കാർത്യായനി ദേവീക്ഷേത്രത്തിലെ കമ്മിറ്റി ഓഫീസിൽ സൂക്ഷിച്ചിരുന്ന ഓടിന്റെ വിഗ്രഹമാണ് കവർന്നിട്ടുള്ളത്. അതായത് ഈ ക്ഷേത്രത്തിന്റെ അലമാരിക്കുള്ളിലാണ് ഈ വിഗ്രഹം സൂക്ഷിച്ചിരുന്നത്. ഈ അലമാരി കുത്തിപ്പൊളിച്ചാണ് ഈ വിഗ്രഹം കവർന്നിട്ടുള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെ അർദ്ധരാത്രിയോടുകൂടിയാണ് മോഷ്ടാവ് ക്ഷേത്രത്തിലെ കമ്മിറ്റി ഓഫീസിനുള്ളിൽ കടന്നത്. തുടർന്ന് അലമാര വലിച്ചെഴിച്ച് പരിശോധിക്കുകയായിരുന്നു. അതിനുള്ളിൽ എല്ലാ വസ്തുക്കളും താഴെയിട്ട് പരിശോധിച്ചാണ് അതിനുശേഷമാണ് ഈ വിഗ്രഹം കവർന്നിട്ടുള്ളത്. അമ്പല കമ്മിറ്റി ഓഫീസിൽ സൂക്ഷിച്ചിരുന്ന വിഗ്രഹം, അതായത് സാധാരണ നിലയിൽ അമ്പലത്തില് ഈ വഴിപാടായി കിട്ടുന്ന വസ്തുക്കളൊക്കെ ഈ അമ്പല കമ്മിറ്റിയുടെ ഓഫീസിനുള്ളിലെ അലമാരയ്ക്കുള്ളിലാണ് സൂക്ഷിക്കാറുള്ളത്. അത്തരത്തിൽ സൂക്ഷിച്ച വിഗ്രഹമാണ് ഈ ഇത്തരത്തിൽ മോഷണം പോയിട്ടുള്ളത്. പൂരം കഴിഞ്ഞതിനാൽ ദേവസ്വം അമ്പലത്തിലെ ഭണ്ഡാരത്തിലെ വരവെണ്ണി തിട്ടപ്പെടുത്തുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു. അതിനുശേഷമാണ്, അതായത് ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസമാണ് ഈ ക്ഷേത്രത്തിലെ പൂരം, വലിയ പ്രസിദ്ധമായിട്ടുള്ള പൂരമാണ്. ആ പൂരം കഴിഞ്ഞിട്ട് ക്ഷേത്രത്തിലെ ഭണ്ഡാരത്തിൽ വന്നിട്ടുള്ള നടവരവടക്കം എണ്ണി തിട്ടപ്പെടുത്തിയത് കഴിഞ്ഞ ദിവസമാണ്. അത് ഏതായാലും ഇത്തരം പണം, അതായത് ഭണ്ഡാരത്തിലെ പണം ഉണ്ടാകും എന്ന് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ മോഷ്ടാവ് അമ്പലത്തിനുള്ളിൽ അല്ലെ ക്ഷേത്രത്തിലെ കമ്മിറ്റി ഓഫീസിനുള്ളിൽ കടന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും മോഷ്ടാവിനെ കുറിച്ച് വിവരമൊന്നും ലഭിച്ചിട്ടില്ല. പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ദൃശ്യ ശരി, വ്യക്തമാണ്. സാനു കെ സജീവാണ് തൃശ്ശൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. കുന്നംകുളം കീഴൂർ കാർത്യായനി ക്ഷേത്രത്തിലാണ് മോഷണം നടന്നത്. ക്ഷേത്രത്തിൽ നിന്നും ദേവി വിഗ്രഹമാണ് മോഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്.